സാർ കഴിഞ്ഞ 20 വർഷമായിട്ട് മാർക്കറ്റിലുള്ള കമ്പനിയാണ് സാർ സെൻറ്റർ ഗ്രൂപ്പ്. മാത്രമല്ല ബാക്കി സപ്ലൈസിനെ പോലെ ഈ ലോക്കൽ സ്ക്രാപ്പിൽ നിന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ലോ ക്വാളിറ്റി സ്റ്റീലല്ല സാർ ഞങ്ങളുടേത്. ദിസ് ഈസ് എ ഫൈനസ്റ്റ് ക്വാളിറ്റി ഫ്രം ടർക്കി. അതും മാർക്കറ്റിൽ ബെസ്റ്റ് റേറ്റിൽ തരാം സാർ. ഓയിൽ കമ്പനീസ് എല്ലാം അപ്രൂവ് ചെയ്താണ് സാർ ഞങ്ങളുടെ സ്റ്റീൽ. മാം, നിങ്ങളെ കമ്പനി വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിലാണെന്നുള്ളൊരു ടോക്ക് ഉണ്ടല്ലോ. സാർ അത് കോമ്പറ്റീറ്റീവ് സിസ്റ്റം പറഞ്ഞു പറ്റുന്നതാണ് സാർ. ഞങ്ങൾക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളിപ്പോൾ അത് സോൾവ് ചെയ്തു സാർ. എല്ലാ കടങ്ങളും കൊടുത്ത് തീർത്തെന്നാണോ പറയണേ? യെസ് സാർ. മിസ്റ്റർ ജെറി, നിങ്ങളെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവരെ കൂട്ടത്തിൽ എൻ്റെ 1-2 ഫ്രണ്ട്സും ഉണ്ട്. അവർക്ക് നിങ്ങൾ എന്തോരം കാശ് കൊടുക്കാനുണ്ട് എന്നുള്ള എൻ്റെ അക്കൗണ്ട് ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്, ടു ദ ഡോട്ട്. പിന്നെ ഞാൻ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്ന ആളെ കൂടെയാണ്. ഷേർലി മാമിനും ജെറിക്കും വേണമെങ്കിൽ ഒരു കോഫി അടിച്ചിട്ട് പോകാം. വേണ്ട സാർ, താങ്ക് യു. ജെറി, നീ അയാളോട് എന്തിനാ നുണ പറഞ്ഞത്? ജെറി, ഞാൻ ചോദിച്ചു കേട്ടില്ലേ? പിന്നെ ഞാൻ എന്ത് പറയണം? കോടിക്കണക്കിന് രൂപ കടമുണ്ടെന്ന് പറയണോ? കടക്കാരെ പേടിച്ച് വീട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയണോ? പപ്പയുടെ പേരിലെ കേസുണ്ട്, പപ്പ ഇന്റർപോൾ അന്വേഷിച്ചത് ക്രിമിനലാണ്, ഇതൊക്കെയാണോ ഞാൻ പറയേണ്ടത്? അത് എങ്ങോട്ടും പോകാൻ പറ്റാതെ ആഫ്രിക്കയിലെ ഒരു ദുരിതം പിടിച്ച നാട്ടില് എന്റെ പാപ്പ പെട്ടിയെടുക്കണമെന്ന് ഞാൻ പറയണോ? പറയണം. നീ ആൾക്കാരോട് സത്യം പറയണം. നമ്മളെക്കുറിച്ചുള്ള സത്യങ്ങളല്ലാതെ ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. ഒളിയും മറയൂലാതെ സംസാരിക്കുന്നവരെ ആളുകൾ വിശ്വസിക്കും, കൂടെ നിൽക്കും, നിന്റെ പപ്പയുടെ ഒപ്പം നിന്നതുപോലെ. ചീട്ടുകൊട്ടാരം പോലെ തകർന്നിരിക്കുമ്പോഴും എതിരെ നിൽക്കുന്നയാളുടെ കണ്ണിൽ നോക്കി നല്ല ഫുൾ കോൺഫിഡൻസിൽ സൂര്യന് താഴെ എന്തിനെക്കുറിച്ചും കൺവിൻസിംഗ് ആയിട്ട് സംസാരിച്ച് കച്ചവടം ചെയ്യാൻ അറിയുന്നവനാണ് യഥാർത്ഥ ബിസിനസ്മാൻ. യൂസഫ് ഷാ. ഈ ബിസിനസ് മീറ്റിങ്ങിന് നമ്മൾ എപ്പോഴും രാവിലെ തന്നെ പോകണം. നമ്മൾ കാണാൻ പോകുന്ന ആളെന്ന് ആദ്യം കാണുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. എക്സ്ക്യൂസ് മീ. യെസ്, നമ്മൾ തമ്മിൽ നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. നിങ്ങളെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹൗ കൻ ഐ ഹെൽപ്പ് യു? ഐ എം ഹിയർ ടു മീറ്റ് യൂസഫ് ഷാ. യൂസഫ് ഷാ, യു ഹാവ് എൻ അപ്പോയിൻമെൻറ്റ്? ഇല്ല, എനിക്കൊരു 2 minutes മതി. വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വരും. അല്ല, ഞാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ വേണേൽ സെക്യൂരിറ്റീനെ വിളിക്കാം. ഓ, എന്നാൽ പോയിട്ട് വരാം. ആ, ഏതടവൻ? ഞാൻ വിചാരിച്ചു നീ യൂസഫ് ഷായെ മണത്തി അടിച്ച് കച്ചവടം ഉറപ്പിച്ച് പടയപ്പ സ്റ്റൈലിൽ ഒരു വരവ് വരുമെന്നാ. സിനിമയിൽ അതൊക്കെ പറ്റും, ഒറ്റപ്പാട്ടിൽ പണക്കാരനാവാലോ. നടക്കൂല ഫിലിപ്പങ്ങളെ, ജീവിതത്തിൽ അത് നടക്കൂല. You have an appointment? യെസ്. ഓ, എവിടെയുണ്ട്? എടുത്തു അപ്പോയിൻമെന്റ്. എനിക്കറിയാം. അകത്ത് വെയിറ്റ് ചെയ്യും. പ്ലീസ് ബി സീറ്റഡ്. ഓൾ ഗുഡ്? ഓ, കൂട്ടിട്ടൊന്നേ ഉള്ളൂ. ഞാൻ തന്നെയാണ് യൂസഫ് ഷാ. ഹായ് സർ. എനിക്ക് മനസ്സിലായില്ല. സാറേ, 2 ആഴ്ചത്തെ ലീവിന് ചോദിച്ചിരുന്നു നാട്ടിൽ പോവാൻ. 1 മാസത്തേക്ക് പോയിക്കോളൂ. താങ്ക് യു സാർ. പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട. ഗെറ്റ് ഔട്ട്. തേണ്ടി. ടെൽ മീ. ഞാൻ സാറിനെ കുറിച്ച് ഒരുപാട് വായിച്ചിരുന്നു, പക്ഷെ ഫോട്ടോ ഒന്നും കണ്ടില്ല. ഫോട്ടോ വേണ്ട. വേണ്ട. എനിക്കൊരു 200 ടൺ സ്റ്റീൽ വേണം. എൻ്റെ ഒരു ആഫ്രിക്കൻ കസ്റ്റമറിന് വേണ്ടിയാണ്. നിങ്ങളുടെ മറ്റ് ബയേഴ്സിനെ പോലെയല്ല ഞാൻ. എനിക്കൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ കയ്യിൽ ഒരൊറ്റ പൈസയില്ല.
തൻ്റെ കൂടെ എത്ര നേരം വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം. പക്ഷേ താനുമായിട്ട് ബിസിനസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. കോടികളുടെ കടം, ട്രേഡ് ലൈസൻസ് ഇല്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല, ഓഫീസില്ല, എംപ്ലോയീസ് ഇല്ല, ഗ്യാരണ്ടി നിൽക്കാൻ പോലും ആരുമില്ല. കച്ചവടത്തിന് നാവ് മാത്രം മതിയോടും. ഈ പറഞ്ഞ സാധനങ്ങളൊന്നുമില്ലാതെ 4-5 വർഷം മുന്നേ ഷാർജയിലും ജബലയിലെല്ലാം മില്യൺസിനെ കച്ചവടം നടത്തിയ ഒരാളെക്കുറിച്ച് എനിക്കറിയാം. യൂസഫ് ഷാ. ഞാൻ നിങ്ങളെ തേടി വന്നത് അതുകൊണ്ടാണ്. പഴയ പോലെ റിസ്ക് എടുക്കാനൊന്നും എനിക്ക് വയ്യ. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. വൈകുന്നേരം മേശപ്പുറത്ത് കാശ് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങളിത് എനിക്ക് തിരിച്ചു തന്നാൽ മതി. $200 ടൺ. യെസ്. 5 ട്രക്ക്. യെസ്. മാനേജർ വർമ്മയോട് സംസാരിച്ചോളൂ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. താങ്ക് യു. യു വെൽക്കം. ജെറി, താൻ ഈ ബിസിനസ്സിൽ പുതിയതാ. ഡീൽ ചെയ്യുന്നത് ആഫ്രിക്കൻസുമായിട്ടും സൂക്ഷിക്കണം. ആഫ്രിക്കൻസ് ഡീൽ ചെയ്യുന്ന നമ്മൾ മലയാളികളായിട്ടല്ലേ സാറേ? I am not going to the seaport. This consignment. ആമാ കഴിഞ്ഞോ? ഇല്ല, അവർ ലോഡ് ചെക്ക് ചെയ്തു. ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ദേ പള്ളിയിൽ നിന്ന് ഇറങ്ങി. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാലും പ്രാർത്ഥന നടത്തണ്ട. കാശ് ഇതുവരെ കയ്യിൽ വന്നിട്ടില്ല. ഇവിടെയുള്ള ഓരോരുത്തന്മാരെ തേക്ക് മരം പോലെ ഇരിക്കുക. തേക്കിനൊക്കെ ഇപ്പം നല്ല വിലയാടാ. എല്ലാം നന്നായി പോകും. നിന്റെ ഫസ്റ്റ് ഡീലല്ലേ? ഓൾ ദി ബെസ്റ്റ്. ശരി. Jerry. So you guys carry on. സമത്. Jerry, it's all good. ഓ, താങ്ക് യു. ഹൗ മച്ച്? Like we said, 1 million. താങ്ക് യു. ഓക്കെ, സീ യു ദെൻ. താങ്ക് യു. ജെറി, എൻ്റെ അടുത്ത് കുറച്ച് ബൾക്ക് ലോഡുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ എനിക്കത് വിറ്റ് തീർത്ത് കാശ് കയ്യിൽ വരണം. ബയേഴ്സ് ഒരുപാട് പേരുണ്ട്, പക്ഷെ ആരും പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ പ്രോംപ്റ്റ് അല്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? എത്ര ടൺ വരും? 10,000. 10,000 ടൺ. ഞങ്ങൾ എടുത്തോളാം. രണ്ടാഴ്ച കൊണ്ട് 10,000 ടൺ നമ്മൾ എങ്ങനെ വിൽക്കും? പഴയ കസ്റ്റമേഴ്സ് ആരും നമ്മുടെ കൂടെ ബിസിനസ് ചെയ്യില്ല. ഒരു ആഫ്രിക്കക്കാരനെ കണ്ടുപിടിച്ച പാടെ എനിക്കറിയാം. പുതിയ കസ്റ്റമേഴ്സിനൊക്കെ ചാത്തന്മാർ കൊണ്ട് തരൂ. മാർക്കറ്റ് ഏറ്റവും ഡള്ളായിരിക്കും സമയമാണ്. എന്ത് ധൈര്യത്തിൽ അമ്മ ഇത് കമ്മിറ്റ് ചെയ്ത്? ഈ മാർക്കറ്റും ബിസിനസ്സും ഒന്നും ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നതല്ല ജെറി. ഞാൻ ജേക്കബ് സക്കറയുടെ ഭാര്യ, നീ നിന്റെ അപ്പൻ്റെ മോനും. നമ്മളിത് വിൽക്കും. പ്രിയപ്പെട്ട ഷേളി, ഞാൻ ഇന്നലെ മുരളിമേനോനെ ഫോൺ ചെയ്തിരുന്നു. ഓരോ തവണ സംസാരിക്കുമ്പോഴും അസഭ്യം പറച്ചിലും കുത്തുവാക്കുകളും കൂടുന്നതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. കച്ചവടത്തിൽ ആരെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള പാഠം ഞാൻ പഠിക്കാഞ്ഞതുകൊണ്ടാവണം ഇവിടെയും ഞാൻ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജെറിയെക്കുറിച്ച് നീ എഴുതിയതൊക്കെ വായിക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. അതിലേറെ കുറ്റബോധവും. സ്വന്തം സ്വപ്നങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു തുടങ്ങേണ്ട പ്രായത്തിൽ പപ്പയുണ്ടാക്കി വെച്ച കടങ്ങളുടെ ഭാരം ചുമക്കുകയാണ് എൻ്റെ മകൻ. എങ്ങോട്ടും പോകാനാവാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ ജീവിക്കണമെന്ന് പലതവണ തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിൻ്റെയും മക്കളുടെയും മുഖം മനസ്സിലേക്ക് വരും. ഇവിടെ താൻ എന്തായി പറയുന്നത്? കാശും ഓഫീസും ലൈസൻസും ഒന്നുമില്ലാതെ ഇന്നലെ വന്ന ഈ ചെക്കൻ 7 ദിവസം കൊണ്ട് 6,000 ടൺ സ്റ്റീൽ വിറ്റെന്നോ? അതെ സാർ. അഡ്വാൻസ് കൊടുത്ത് വിടറേ. ഓക്കെ സാർ. ഇതാണ് ഈ നഗരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ മതം, ദേശം, വർഗം, ജാതി ഇതൊന്നുമില്ല. പണിയെടുക്കുക, പണം ഉണ്ടാക്കുക. ഓരോരുത്തർക്കും ആവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെയാണ്. And now they trust me. 2 ആഴ്ച കൊണ്ട് നീ 10,000 ടണ്ണ് വിറ്റോ?
10 ദിവസം. പൈസ ரொம்ப நேரமாக வெயிட் பண்ணுறீங்களா? കുഴപ്പമില്ല സാർ. കുഴപ്പമുണ്ടാകാൻ പാടില്ലല്ലോ. എൻ്റെ അപ്പൻ എനിക്ക് തരാമെന്നുള്ള കാശിന് ഞാനും വെയിറ്റ് ചെയ്യല്ല. വിളിച്ച കാര്യം പറ. ഞങ്ങൾ സെറ്റിൽമെൻറ്റ് റെഡിയാണ് സാർ. 10 ലക്ഷം ദിറംസ് ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി വരുന്ന എമൗണ്ട് 1.5 വർഷത്തിനുള്ളിൽ മന്ത്ലി ബേസിൽ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ഇത് വെറും വാക്കല്ല സാർ. 1.5 വർഷത്തേക്കുള്ള അഡ്വാൻസ് ചെക്കുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പം 10 ലക്ഷം അല്ലേ? അതെ. എൻ്റെ അപ്പൻ എനിക്ക് തരാമെന്നുള്ളത് 10 ലക്ഷമാണോടാ? നീ 1.5 വർഷത്തേക്കുള്ള ചെക്സൊക്കെ എനിക്ക് തന്നേ എന്നെ ഉണ്ടാക്കണ്ട. എൻ്റെ അപ്പൻ തന്ന ഗ്യാരണ്ടി ചെക്ക് ഇപ്പോഴും കയ്യിലിരിപ്പുണ്ട്. ഈ ചെക്ക് പരിപാടിയൊക്കെ ഞാൻ നിർത്തി. 1 ടൈം സെറ്റിൽമെൻറ്റ്, ഫുൾ എമൗണ്ട്, നത്തിങ് മോർ നത്തിങ് ലെസ്. എൻ്റെ അമ്മ നിന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല. അതുകൊണ്ട് നീ അറിയാൻ വേണ്ടി പറയുമോ? ലൈബീരിയയിലായതുകൊണ്ട് മാത്രമാണ് ഇന്റർപോൾ നിൻ്റെ അപ്പൻ്റെ കേസിൽ വലിയ ഇൻട്രസ്റ്റ് കാണിക്കാത്തത്. പക്ഷെ എന്തെങ്കിലും ലൈബീരിയയുടെ പുറത്ത് കിടക്കാൻ അവൻ ശ്രമിച്ചാൽ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പാസ്പോർട്ട് പോകുന്ന മൊമെൻറ്റിൽ അവനകത്ത. സത്യം പറഞ്ഞാൽ അവനെ ജയിലിൽ കൊണ്ടാക്കുന്നത് എനിക്കിപ്പോൾ കാണാൻ ഒട്ടും താല്പര്യമില്ല. എല്ലാ സൗകര്യങ്ങളും ഉള്ള ദുബായ് ജയിലിൽ കൊണ്ടുവന്നിട്ട് എന്ത് കാര്യം? ദൈവത്തിന് പോലും വേണ്ടാത്തൊരു സ്ഥലത്ത് സ്വന്തം ഭാര്യയും മക്കളെയും കാണാൻ പറ്റാതെ അവനങ്ങനെ കിടക്കട്ടെ. നമ്മൾ അയാളുടെ ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്യും. പപ്പയെ നമ്മൾ തിരികെ കൊണ്ടുവരും. നീ ധൈര്യമായിട്ടിരിക്കും. വേറൊരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. എന്താ അമ്മ? മുത്തിൻ്റെ ക്ലാസ് ടീച്ചർ വിളിച്ചിരുന്നു. സ്കൂളിലേക്ക് വരാൻ പറഞ്ഞു. എന്തു പറ്റി? അറിയില്ല. നമ്മുടെ ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് അവൻ്റെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്തൊരമ്മയായിട്ട് എനിക്കവിടെ പോയി നിൽക്കാൻ വയ്യ. നിനക്കൊന്ന് ചെല്ലാൻ പറ്റുമോ? എക്സ്ക്യൂസ് മീ. യെസ്, മിസ് രേണു എബ്രഹാം. ദാറ്റ് വേ. ടീച്ചർ ആരോൺ എൻ്റെ ലഞ്ച് ബോക്സ് എടുത്തോ? ഞാൻ എടുത്തില്ല. Okay, it's okay. Aaron, say sorry. സോറി ആരൻ. ഇറ്റ്സ് ഓക്കെ ആരൻ. Good boys. Come, go to your class now. താങ്ക് യു മിസ്. എക്സ്ക്യൂസ് മീ, മിസ് രേണു എബ്രഹാം. Yes. ഹായ് മാം, ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ക്രിസിൻ്റെ ബ്രദറാണ്. ക്രിസ് ജേക്കബിൻ്റെ ബ്രദറോ? യാ. ക്രിസിന് ഇത്രയും വലിയ ബ്രദർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പ്ലീസ് കം. ക്രിസിനെ മാത്സ് പഠിപ്പിക്കുന്നത് ഞാനാ. കഴിഞ്ഞ മാസം നടന്ന ഇൻറ്റേർണൽസിൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ടഫായിരുന്നു. 90% കുട്ടികളുടെ മാർക്സും വളരെ മോശമായിരുന്നു. പക്ഷെ ക്രിസിൻ്റെ ആൻസർ ഷീറ്റ് നോക്കിയപ്പോൾ അവൻ എല്ലാ ക്വസ്റ്റ്യൻസിനും കറക്റ്റായിട്ട് ഉത്തരം എഴുതിയിട്ടുണ്ട്. ഉത്തരങ്ങൾ മാത്രമേ ഉള്ളൂ, അതെങ്ങനെ സോൾവ് ചെയ്തു എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ഒന്നുമില്ല. ആദ്യം ഞാൻ ഓർത്തു അവൻ എവിടുന്നോ നോക്കി കോപ്പി അടിച്ചതാണെന്ന്. പിന്നെ ഒരു ദിവസം ഞാൻ അവനെ ഇരുത്തി കുറേ പ്രോബ്ലംസ് അങ്ങ് സോൾവ് ചെയ്യിപ്പിച്ചു. ഞാൻ അതിശയിച്ചു പോയി. ഹി ഡസ് നോട്ട് ഹാവ് ടു റൈറ്റ് എ സിംഗിൾ സ്റ്റെപ്പ്. അവൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മുഴുവനും മനസ്സിലാണ്. അടുത്ത വർഷം ജാനുവരിയിൽ മാത്സിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വേൾഡ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്. നമ്മളൊന്ന് പരിശ്രമിച്ചാൽ UAE റെപ്രസെൻറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റിൽ ക്രിസിൻ്റെ പേരും ഉണ്ടാവും. പേരൻസിനോട് പറയണം, അവനെ കറക്റ്റായിട്ട് ഗൈഡ് ചെയ്യണം. Your little brother is a genius. താങ്ക് യു മാം. You're welcome. മുത്തേ, നമ്മളിപ്പോൾ കാണാൻ വരുന്ന ആള് വലിയ കാശുകാരനാണ്. നീ ഇച്ചിരി ബഹുമാനത്തിലൊക്കെ നിൽക്കണേ. വലിയ കാശുകാരനെ കൂടുതൽ ബഹുമാനിക്കുന്ന ചെറി എല്ലാരും ഒരുപോലെ ബഹുമാനിച്ചൂടെ? നീ ബഹുമാനിച്ചാ മതി. ഞാൻ എന്തിനാണ് ഈ മീറ്റിംഗ് 11 മണിക്ക് വെച്ചത് നിനക്കറിയാമോ? ഈ സമയത്ത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തോണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് പോകുന്നതിന് മുമ്പുള്ള സമയമാണ് ഈ 11 മണി. അപ്പോൾ ദേ ഇതേപോലെ ഒരു കോഫി ഷോപ്പിൽ ഒരു കോഫി, ഒരു ബിസ്ക്കറ്റ്, പരിപാടി തീർന്നു. വരുന്നയാൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിലോ?
എൻ്റെ ഉമ്മ. ഹോ, ഇരിക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനും പറ്റുന്നില്ല. എന്തൊരു വണ്ടി ഇത്! ഇത് മാറ്റണം. ഇയാളും കാറും തമ്മിൽ ഒരു ടാലി ആവുന്നില്ലല്ലോ. ഹായ് ജെറി. സലീം. ഹായ് സർ. ഹായ് ജെറി. ഹായ് സർ യങ് മാൻ. All cool, nice car. പിന്നെ ജെറി, എനിക്കൊരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. വാ വാ. അയ്യോ, നാക്കെടുത്ത് വളർത്തപ്പോൾ ഞാൻ ഓർത്തു. ക്രെഡിറ്റ് കാർഡ് ഉണ്ടല്ലോ അല്ലേ? ഇനി ആ കാർഡ് കുറിച്ച് എൻ്റെ കാന്തം വരെ പറഞ്ഞു. സർ സർ, ഇവിടുത്തെ ഫുഡ് ഭയങ്കര മോശമാണ്. ആണോ? ആ, അപ്പോൾ സാറ് പുറത്തുനിന്ന് എവിടെയെങ്കിലും കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇപ്പോൾ നമുക്ക് ജ്യൂസ് വല്ല ഓർഡർ ചെയ്താലോ? സ്മോൾ സൈസ് ഫോർ സേഫ്റ്റി. 1 Pepsi please. Okay. 1 Masafi. Make it 2. Okay sir. Yeah, make it 2. ഞാൻ വന്ന കാര്യം പെട്ടെന്ന് പറയാം. അടുത്ത മാസം 5-ാം തീയതി എൻ്റെ നെഫ്യൂവിൻ്റെ 4th വെഡിങ് ആനിവേഴ്സറിയാണ്. അവരെ ഒരു സെക്കൻഡ് ഹണിമൂണിന് ഞാൻ ദുബായിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോവാം. ഒരു 3 ദിവസത്തെ ട്രിപ്പ്. അത് കംപ്ലീറ്റ് ഒന്ന് ചാർട്ട് ചെയ്യണം. പണ്ട് എൻ്റെ ബ്രദറിൻ്റെ ഹണിമൂൺ ഇതുപോലെ റെഡിയാക്കാൻ ഞാൻ നിങ്ങളുടെ ട്രാവൽസിൽ വന്നിരുന്നു. അന്ന് ജെറിയുടെ ഫാദർ ആയിരുന്നു മൊത്തം കാര്യങ്ങളും ടേക്ക് കെയർ ചെയ്തത്. ഓക്കെ. ഇപ്പോഴും എൻ്റെ ബ്രദറും വൈഫും പറയും അത് അവരുടെ ബെസ്റ്റ് ഹോളിഡേ ആയിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞാൻ നിങ്ങളുടെ നമ്പർ തേടി പിടിച്ച് വിളിച്ചത്. പൈസ എനിക്കൊരു വിഷയമല്ല. എൻ്റെ മരുമോനും മരുമോളും ഹാപ്പി ആവണം. ക്യാൻ യു ഹെൽപ്പ് മീ ഔട്ട്? ഷുവർ സർ, ഞങ്ങളെല്ലാം അറേഞ്ച് ചെയ്തോളാം. താങ്ക്സ്. Excuse me, sir. Would you like to have anything else? No, that's all. No. Okay, I'll get the bill for you. Oh, yeah. You want me to pay the bill? Bill. Ali, what are you doing? He's the owner of this restaurant. Sorry. Sorry, sir. Sorry, sir. Hotel owner. അല്ല, ബൈ ജെറി. സോറി സർ, സോറി സർ, സോറി. ഞാൻ അറിയാതെ. ഇങ്ങ വന്നേ. ഇനി പറഞ്ഞത് ശരിയാടോ, ഇവിടുത്തെ ഫുഡ് കൊള്ളൂല. കണ്ട, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ പിന്നെ വിശപ്പ് കാരണം ഓർഡർ ചെയ്തതാ, വെറുതെ വയറ് കേടാകുവാനും. ഞാൻ ഇവിടുത്തെ ഷെഫിനെയൊക്കെ മാറ്റാൻ വേണ്ടി പോവാ. ഇനി പുറത്താരോട് ഞാൻ പറഞ്ഞ. അയ്യോ ഇല്ല സർ, ഞാൻ പറയില്ല സർ, ഞാൻ പറയില്ല. ബൈ. ഓക്കെ സർ, ബൈ. ബൈ സർ. നല്ല മനുഷ്യൻ, പക്ഷെ മണ്ടനാന്ന് തോന്നുന്നു. നമ്മൾ ട്രാവൽസ് അടച്ചു കൂട്ടിയ കാര്യമൊന്നും പുള്ളി അറിഞ്ഞിട്ടില്ല. Are you planning something? യെസ്, വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും ട്രാവൽസ് തുടങ്ങാൻ പോകുന്നു. How? വെയിറ്റ് ആൻഡ് വാച്ച്. വാ. Cool. ഒരു മാസം കൊണ്ട് ട്രേഡ് ലൈസൻസ് ഒപ്പിക്കണം, കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടികൾ വാങ്ങണം, സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്യണം, ലീഗൽ സാങ്ഷൻസ് എല്ലാം റെഡിയാക്കണം അല്ലേ? ഇതിന്റെ തലക്കൊല്ല ഓളുണ്ടോ? എടാ, നീ വിചാരിച്ച നടക്കും. എടാ, നീ വിചാരിച്ച നടക്കും. നിന്റെ ആ ഫ്രണ്ടിലെ മറ്റേ അറബി ചെക്കൻ രതീഷ്. അല്ല, എന്താണ് റഷീദ്, അവന്റെ ചെറിയൊരു ഹെൽപ്പ് കിട്ടിയാൽ മതി. നടക്കില്ല, എന്റെ ഫ്രണ്ട്സിനൊന്നും ഇതിലേക്ക് ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല ജെറി. എടാ, അവന്റെ കയ്യിലുള്ള കാശിനൊന്നും വേണ്ടിയിട്ടല്ല, ഈ ഗവൺമെന്റ് പേപ്പേഴ്സും സാങ്ഷൻസ് ഒക്കെ ഒന്ന് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അവിടെ നല്ല കാശും കൊടുത്തോളാം, കുറച്ച്. Can we focus in here? One second, ma'am. Some technical problems. ഈ തലവിടെ വിളിച്ചു കൂടി ഒരു കാര്യമില്ല. നീ സമ്മതിക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. നിനക്ക് എന്താ ഇവിടെ കാര്യം? നീ സമ്മതിച്ചാ ശരി, എനിക്കൊരു കിക്കാറ്റ് വായിച്ചു ഫാമിലി പാക്ക്. എടാ, ഇതിലൊരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. കടങ്ങൾ തീർത്താൽ മാത്രം പോരല്ലോ, ബിസിനസ്സിൽ നമുക്ക് വളരണ്ടേ. സ്റ്റീല് മാത്രം ഒതുങ്ങിയിട്ട് ഒരു കാര്യമില്ല, പല ബിസിനസ്സിലേക്ക് നമ്മൾ ഇറങ്ങണം. ഏതെങ്കിലും ഒന്നിൽ പ്രശ്നം വന്നാലും നമുക്ക് പിടിച്ചേക്കാൻ പറ്റും. എടാ പ്ലീസ്. ശരി, ഞാൻ രതീഷിനെ വിളിക്കാം. റഷീദ്. റഷീദിനെ വിളിക്കാം. നീ തങ്കപ്പനല്ല, പൊന്നപ്പനല്ല, പൊന്നപ്പൻ. അപ്പൊ ശരി, നിന്റെ പണി നടക്കട്ടെ. പെൺപിള്ളയുടെ വോയിസ് ഉള്ള അല്ലേ? സോറി. We'll do it again. നൈസ് വർക്ക് ജെറി. കൊള്ളാല്ലേ? ലോഗോ കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ ടച്ച് ഉണ്ട്. മെല്ലെ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങണം. ലോഗോ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞോ? ഇപ്പൊ കഴിഞ്ഞോളൂ. എങ്ങനെയുണ്ട്? കളർഫുൾ അല്ലേ? എല്ലാ കളേഴ്സും ഉണ്ടല്ലോ. കൊള്ളാല്ലേ? ഇത് ഇച്ചിരി ക്ലാസ്സായി പിടിച്ചാ. തെയ്യം പോലെ ഉണ്ട്. ഒന്ന് നീക്ക്. കിങ്ഡം ഓഫ് ഹെവൻ
പേര് കണ്ടുപിടിക്കാൻ കുറെ ബുദ്ധിമുട്ടിന്ന് തോന്നുന്നു. ഒരൊറ്റ ബട്ടൺ നിൽക്കാൻ തീരാവുന്ന പ്രശ്നമുള്ളൂ. എന്നാ ഞെക്കടാ. ഡിലീറ്റ്. നമ്മുടെ ഡിസൈൻ അത്ര മോശമൊന്നുമല്ല അല്ലേ? I like it. മീ ടു. അവന് കളർ സെൻസ് ഒന്നുമില്ലടാ. എന്ത് കുന്താണോ ഡിസൈൻ ചെയ്യണം? ഓക്കേ വരാം. നീല് ഊതറേരി ഉറപ്പാ. എന്താണ്? Nice work, Eben. കിങ്ഡം ഓഫ് ഹെവൻ എന്തോ കുറവ് തോന്നണല്ലേ? 1 second. ജേക്കബ്സ് കിങ്ഡം ഓഫ് ഹെവൻ. കൊള്ളാട്ടോ.